ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിസിക്സിലൊരു ക്വസ്റ്റൻ ആണ്. വെൻ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഡബിൾഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കം. സ്പീഡിനെ നമ്മൾ ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇവർ തമ്മിലൊരു ഡയറക്റ്റ് റിലേഷനാണ്, സ്ക്വയർ റിലേഷനാണ് അല്ലേ. കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി സ്ക്വയർ. അതായത് വെലോസിറ്റിന് നമ്മൾ എന്ത് മാറ്റം വരുത്തുന്നോ അതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് എന്തിനകത്ത് എഫക്ട് ചെയ്യുന്നത്? കൈനറ്റിക് എനർജിയിൽ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന പെർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് വെലോസിറ്റി നമ്മൾ ഡബിൾ ആക്കി. അപ്പോൾ കൈനറ്റിക് എനർജീനെ അത് എങ്ങനെ എഫക്ട് ചെയ്യും? ട്വൈസ് ആവും. ഓക്കെ, നമ്മൾ വെലോസിറ്റിനെ ട്വൈസ് ആക്കി. അപ്പോൾ ദാറ്റ് ഇസ് 2v. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? 2ൻ്റെ സ്ക്വയർ 4 അല്ലേ. സോ ദ കൈനറ്റിക് എനർജി ബിക്കംസ് 4 ടൈംസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെലോസിറ്റീനെ 4 ടൈംസ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ സ്ക്വയർ ആവും. 4ൻ്റെ സ്ക്വയർ ഇറ്റ് ബിക്കംസ് 16 ആവും. ഓക്കെ, കൈനറ്റിക് എനർജീനെ 5 ടൈംസ് ആക്കി കഴിഞ്ഞാലോ 5ൻ്റെ സ്ക്വയർ 25 ടൈംസ് ആവും. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും ഡയറക്റ്റ് റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ വെലോസിറ്റീനെ എന്ത് ചെയ്യുന്നോ അതിൻ്റെ സ്ക്വയർ ആയിട്ട് ആര് മാറും? കൈനറ്റിക് എനർജി മാറും. ഓക്കെ.